സ്കൂളിലെ ബോർഡിന് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അധ്യാപകൻ അതുവഴി കടന്നു വരികയും അദ്ദേഹം പറയുകയും ചെയ്തു, B.Ed കഴിഞ്ഞതിന് ശേഷം ബോർഡിന് പെയിന്റ് അടിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരിഹസിച്ചിറങ്ങിപ്പോകുന്ന സമയത്ത് എന്നെ അവിടെ പിടിച്ചു നിർത്തിയത് എബ്രഹാം ലിങ്കന്റെ വാക്കുകളാണ്. നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല, എബ്രഹാം ലിങ്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സെനറ്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി പൊതുസഭയിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ ഒരു സെനറ്റ് അംഗം അദ്ദേഹത്തോട് പറയുകയുണ്ടായി, താങ്കൾ ഒരു ചെരുപ്പ് കുത്തിയുടെ മകനാണെന്ന കാര്യം ഓർമ്മ വേണം, അതുകൊണ്ട് പ്രസംഗത്തിൽ വലിയ ഔന്നത്യമൊന്നും കാട്ടേണ്ടതില്ല എന്ന് എബ്രഹാം ലിങ്കൻ പറഞ്ഞു. ഈ മഹനീയ മുഹൂർത്തത്തിൽ എന്റെ അപ്പച്ചനെ ഓർമ്മിപ്പിച്ചതിന് താങ്കൾക്ക് നന്ദി. കാരണം എന്റെ അപ്പച്ചൻ ചെരുപ്പ് കുത്തിയിരുന്നത് അത്രമാത്രം ആത്മാർത്ഥതയോടും അത്രമാത്രം അർപ്പണബോധത്തോടും അത്രമാത്രം ഉത്സാഹത്തോടും കൂടിയായിരുന്നു. എന്റെ അപ്പച്ചൻ അദ്ദേഹത്തിന്റെ തൊഴിലിൽ കാണിച്ച ആ ആത്മാർത്ഥത, ആ ഉത്സാഹം, ആ അർപ്പണബോധം എന്റെ ഈ പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്നതിൽ എനിക്ക് കാണിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന്. പ്രിയമുള്ളവരെ, ഞാനിതിവിടെ പറഞ്ഞത് എനിക്ക് സപ്പോർട്ടില്ല എന്ന് തോന്നുന്ന, ആരും സപ്പോർട്ടില്ല എന്ന് തോന്നുന്ന ഒരു സമയത്താണ് ഞാൻ ഈ JCA എന്ന് പറയുന്ന സംഘടനയിലേക്ക് വന്നത്. അങ്ങനെ വന്നപ്പോ ആദ്യമായിട്ട് എന്നെ എനർജൈസ് ചെയ്ത, എന്നെ ഏറ്റവും അധികം മോട്ടിവേറ്റ് ചെയ്ത എന്റെ ഗുരുനാഥൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്, കീനോട്ട് സ്പീക്കറായിട്ട് രാജേഷ് സാർ. അതാണ് എനിക്ക് ആദ്യമായി ഈ സംഘടനയിൽ വന്നതിന് ശേഷം ഒരു പ്രചോദനത്തിന്റെ അഗ്നിയായി കിട്ടിയ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. ഈ JCA എന്ന് പറയുന്ന സംഘടനയിലൂടെ ഇതുപോലെ ഒരുപാട് സപ്പോർട്ടിംഗ് ഫാക്ടർ കിട്ടും എന്നതുകൊണ്ട്, അങ്ങനെ കിട്ടും, അതുകൊണ്ട് നീ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നും എന്നെ പ്രചോദിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് എന്റെ ഗുരുശ്രേഷ്ഠനായ രാജേഷ് കൂട്ടക്കരി സാർ. ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെയുള്ള സപ്പോർട്ടിംഗ് ഫാക്ടറിന്റെ ഒരു യൂണിവേഴ്സിറ്റിയാണ് JCA എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രസിഡന്റ് പദവി ഏറ്റെടുക്കാൻ തയ്യാറായതും. എനിക്ക് മുമ്പ് ഈ ചുള്ളിക്കര JCA നയിച്ചവര് ആരാണെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഈ ചുള്ളിക്കര JCA മഹനീയമായി നയിച്ച എല്ലാ മഹാന്മാരായിട്ടുള്ള പ്രസിഡന്റുമാരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഈ പ്രസിഡന്റ് പദവി ഏറ്റെടുത്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വലിയ വാക്കുകൾ